ബീട്രൂട്ട് പച്ചടിയാണ് നമ്മളിന്ന് വെച്ചത്. അപ്പം ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടി നമ്മൾ ആവശ്യത്തിന് ബീട്രൂട്ട് എടുക്കുക. ബീട്രൂട്ട് തൊലി കളഞ്ഞ് നമ്മൾ നന്നായിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്യുക. എന്നിട്ട് കുക്കറിനകത്ത് നമ്മൾ കഴുകി റെഡിയാക്കി അത് വേവിക്കാൻ വെക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വേവിക്കാൻ വെക്കണം. 2 വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യുക. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെക്കുക. നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഉലുവ ശകല ഉലുവ എടുക്കുക. കടുക് പൊട്ടിക്കുക. ചുമന്ന മുളകില്ലേ അത് ഇച്ചിരി ഇടുക. അതിനുശേഷം സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് നമ്മൾ വഴറ്റുക. സ്വല്പം മഞ്ഞൾ പൊടി ഇടുക. ആവശ്യത്തിന് കുരുമുളക് പൊടി ഇടുക. ജീരകം വേണ്ടവർക്ക് ജീരകം പൊടിച്ച് ചേർക്കാവുന്നതാണ്. അത്രയും ചേർക്കുക. അതിനുശേഷം നമ്മൾ കുക്കറിൽ വെന്ത് വെച്ച ബീട്രൂട്ട് കഷ്ണങ്ങൾ നമ്മൾ നല്ല മിക്സി ജാറിനകത്തോട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം. എന്നിട്ട് അത് കൊണ്ടുവന്ന് നമ്മൾ ഈ അരപ്പിനകത്തോട്ട് നമ്മൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് തൈരുണ്ടെങ്കിൽ, ഞാനിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കിയ തൈര് എടുത്തേക്കുന്നത്, ആ തൈര് നമ്മൾ നന്നായിട്ടുള്ള കട്ട തൈരായിരിക്കണം. എന്നിട്ട് അത് നമ്മൾ ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് കറക്കി കഴിയുമ്പോൾ ജാറിനകത്തൊന്ന് കറക്കി കഴിയുമ്പോൾ നല്ല ഇതാവും. എന്നിട്ട് അത് നമ്മൾ ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പും ആപ്പിൾ സിറ വിനെഗറോ അല്ലാത്ത വിനെഗറോ ഒഴിക്കുക.